AC മുറിക്കകത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകൾ വരാറുണ്ട്. അത് കാണുമ്പോൾ ശരിയാണ്. പക്ഷെ സാറിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് കർഷകനാണ്, വീട്ടിൽ പശുവിനെ വളർത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കമന്റ് ഇതിൽ വരില്ല എന്ന് വിചാരിക്കാം. നമസ്കാരം, ദിനേശാണ്. ഫാമി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കേരള ബാങ്കിന്റെ തൃശ്ശൂർ ഓഫീസിലാണ്. 35% സബ്സിഡി നിരക്കിൽ ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ വായ്പ കർഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ പശു കർഷകർക്ക് വേണ്ടി പ്രധാനമായും ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. അത് ഏതാണ്ട് 5 കൊല്ലക്കാലം കൊണ്ട് മാത്രം അടച്ചു തീർത്താൽ മതി എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ കേരള ബാങ്ക് ഇപ്പോ നൂതനമായി ഈ പറയുന്ന കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈടില്ലാതെ കർഷകരിലേക്ക് വായ്പ നൽകുന്നു, അതും വളരെ ചെറിയ ശതമാനം പലിശയിൽ ഉൾപ്പെടെ നൽകുന്നു എന്നുള്ള കാര്യം ഒക്കെ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് കർഷകരിലേക്ക് നൽകുന്ന വായ്പയും അതിന്റെ തിരിച്ചടവും അതുമായി ബന്ധപ്പെട്ട പൂർണ്ണ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് GM സാറിനെയും അതുപോലെ തന്നെ ഡയറക്ടർ സാറിനെയും സ്വാഗതം ചെയ്യുകയാണ്. സാറ് സ്വാഗതം. ഇപ്പൊ നമ്മൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകരുടെ വലിയൊരു പരാതി ഉള്ളത് ആവശ്യമായിട്ടുള്ള ലോണുകൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കിട്ടുന്ന ലോണുകൾക്കാണെങ്കിൽ വലിയ പ്രൊസീജിയേഴ്സ്, പേപ്പറുകൾ ശരിയാക്കാനുള്ള വലിയ പ്രതിസന്ധി പ്രയാസമൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ബാങ്ക് കാർഷിക മേഖലയ്ക്ക് കൊടുക്കുന്ന ലോണുകൾ ഏതൊക്കെ, സ്കീമുകൾ ഏതൊക്കെ എന്നൊന്ന് വിവരിക്കാൻ കഴിയുമോ? ഓക്കെ, വിവരിക്കാം. അതൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടുള്ളൊരു വിമർശനമാണെന്ന് തോന്നുന്നു. കേരള ബാങ്ക് എൻ്റെ അടിസ്ഥാന തത്വം തന്നെ കർഷകരെ സഹായിക്കുക എന്നുള്ളതാണ്. സംസ്ഥാനത്തെ സഹായിക്കുക കേരള ഗവൺമെന്റ് ബാങ്കാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് കമേഴ്ഷ്യൽ ബാങ്കുകളെ പോലെയുള്ള ഒരു നിലപാടല്ല കേരള ബാങ്കിനുള്ളത്. നമ്മുടെ കേരള ബാങ്ക് കർഷകരെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ കാർഷിക മേഖലയിൽ വലിയ തോതിൽ കേരള ബാങ്ക് വിവിധങ്ങളായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഇപ്പോ ക്ഷീര കർഷകർക്ക് നമ്മൾ കേരള ബാങ്കിന്റെ KCC വായ്പയുണ്ട്, ക്ഷീരമിത്ര വായ്പയുണ്ട്. ആ വായ്പ അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇടപെടാൻ വേണ്ടി ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2 ലക്ഷം രൂപ വരെ ഒരു ഈടുമില്ലാതെ നമ്മൾ വായ്പ കൊടുക്കും. അത് അവർക്ക് അതിന്റെ എല്ലാ കൊല്ലവും ആനുവലിൽ അതിന്റെ ഇൻട്രസ്റ്റ് പുതുക്കി പോയാൽ മതി. 3 വർഷം കൂടുമ്പോഴേ അതിന്റെ വായ്പ പുതുക്കേണ്ടതുള്ളൂ. അത് ഒരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ കേരള ബാങ്കിന് ഏത് ബ്രാഞ്ചിൽ പോയാലും വളരെ എളുപ്പത്തിൽ അത് കൊടുക്കണം പറഞ്ഞിട്ടുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഇതെല്ലാം അറിയേണ്ട ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ MT ക്ഷീരമിത്ര മധ്യകാല വായ്പയുണ്ട്. ആ വായ്പ 3 ലക്ഷം വരെയാണ്, 25,000 മുതൽ 3 ലക്ഷം വരെ. അത് കണ്ടീഷൻസ് വളരെ ലളിതമാണ്. ഒന്ന്, ക്ഷീരസംഘയിൽ അംഗമായിരിക്കണം, അവിടെ പാലളക്കുന്നവരായിരിക്കണം, സംഘത്തിൽ പാലളക്കണം, അത്രേ ഉള്ളൂ. 25 വയസ്സിന്റെയും 60 വയസ്സിന്റെയും ചോടിയുള്ളവരായിരിക്കണം. ഇത് SLG ഗ്രൂപ്പിനും JLG ഗ്രൂപ്പിനും ഇതേ വായ്പകൾ ലഭ്യമാണ്. ഇടയിൽ ഞാൻ ഇടപെട്ടോട്ടെ. ഇപ്പൊ മിൽമയ്ക്ക് പാല് കൊടുക്കുന്ന സംഘങ്ങളുണ്ട്, അതല്ലാതെ വ്യാവസായിക അടിസ്ഥാനത്തിൽ മിൽമയ്ക്ക് പാല് കൊടുക്കാത്ത സംഘങ്ങളുണ്ട്. അത് ഇതിൽ പ്രശ്നമായിട്ട് വരുന്നുണ്ടോ? അതിലെ മിൽമയ്ക്ക് പാല് കൊടുക്കുന്ന സംഘങ്ങളുമായി വേറെ കരാറുകളുടെ പ്രശ്നം വരുന്നില്ല. ഇല്ല. പക്ഷെ വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് സെക്രട്ടറിയുമായിട്ട് കരാറ്, ട്രൈപാർട്ടി കരാറ് വേണം എന്ന് നിബന്ധനയുണ്ട്. മാറ്റാൻ വേണ്ടി പോകുന്നു. അത് മാറ്റും. മിൽമയിൽ അളക്കുന്ന അതേ സൗകര്യം ഇപ്പുറത്തും കൊടുക്കാൻ വേണ്ടി തീരുമാനം വ്യാവസായിക സംഘത്തിനും കൊടുക്കും. അതിൽ 3 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. അതില് മറ്റേ വേറെ ഒന്നുമില്ല. അതിന് അതും ഈ പറഞ്ഞ പോലെ തന്നെ 6 മാസം വരെ അതിന് നമുക്ക് മുതല് വേണ്ട, പലിശ മാത്രം അടച്ചു പോയാൽ മതി. അതായത് ലോണ് കൊടുത്ത് 6 മാസ കാലാവധി പലിശ മാത്രം കൊടുത്താൽ മതി. അതായത് ശേഷം പിന്നെ അതിന്റെ ഗഡുക്കളായിട്ട് വരുന്ന ഇത് കൊടുക്കാം. അതായത് 6 മാസത്തോളം കർഷകന് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള കാലാവധിയായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനും ഒരുവിധ ബുദ്ധിമുട്ടുള്ള വ്യവസ്ഥയുമില്ല. ശരി. അവിടെ നികുതി അടച്ച റെസീറ്റും ആധാർ കാർഡും ഭൂമിയുടെ കൈവശ സർട്ടിഫിക്കറ്റും കൊടുത്താൽ ഈ വായ്പ ലഭ്യമാവും. ഏത് ബ്രാഞ്ചിലും അതില് വരുമാന സ്രോതസ്സും മറ്റു കാര്യങ്ങളൊന്നും ഒന്നും പ്രശ്നമല്ല. പക്ഷെ എന്താ വെച്ചെങ്കിൽ ഇപ്പൊ ഒരു പശുവുള്ള ആൾക്ക് 3 ലക്ഷത്തിന്റെ ആവശ്യം വരില്ലല്ലോ. ഇല്ല, കിട്ടില്ല. അപ്പൊ ആ ഒരു ഇത് പ്രകാരം അത് ചെയ്യും. ഇത് എത്ര എമൗണ്ടിൽ നിന്ന് തുടങ്ങണം? 3 ലക്ഷം 25,000. ഒരു പശുവുള്ള ആൾക്ക് മിനിമം 25,000 കിട്ടും. നിർബന്ധമായും കിട്ടും അല്ലെ? ഇപ്പൊ 3 ലക്ഷം കിട്ടണമെങ്കിൽ എത്ര പശു വേണ്ടി വരും? അത് ഒരു 4 പശു ഉണ്ടെങ്കിൽ 3 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി കഴിയും. അതായത് നമ്മൾ ഈ കൊടുക്കുന്ന പൈസയുടെ ആനുപാതികമായിട്ടുള്ള മുതൽ അവിടെ ഉണ്ടാവണം. അതുകൊണ്ട് പുതിയ പശുവിനെ വാങ്ങാം. അത് മറ്റേ ഫാം ഡെവലപ്മെന്റ് വികസിപ്പിക്കാം. അതെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയും. ശരി.
അപ്പോൾ സാറേ ഈ ചെറിയ ലോണും വലിയ ലോണും, ഇപ്പോൾ വലിയ ലോണിന് എന്തായാലും പ്രൊജക്ട് റിപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഈ ചെറിയ ലോണുകൾ, ഇപ്പോൾ 3 ലക്ഷം രൂപ വരെ കിട്ടാവുന്ന ലോണുകൾക്ക് പ്രൊജക്ട് റിപ്പോർട്ട് കർഷകൻ തയ്യാറാക്കി ബാങ്കിന് സമർപ്പിക്കേണ്ടതുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ KCC ക്ഷീരമിത്ര വായ്പ 2 ലക്ഷം രൂപ വരെ കിട്ടുന്നതിന് പ്രൊജക്ട് റിപ്പോർട്ട് വേണ്ട. ഓക്കെ. മറ്റേ ഈ MT മധ്യകാല മറ്റേ ഈ ക്ഷീരമിത്ര മറ്റേ വായ്പയുണ്ട്, അതിന് പ്രൊജക്ട് റിപ്പോർട്ട് വേണം. പ്രൊജക്ട് റിപ്പോർട്ട് 90% വരെ വായ്പ ലഭ്യമാകും. പ്രൊജക്ട് റിപ്പോർട്ട് ഉള്ളതിന് 90% വരെ വായ്പ ലഭ്യമാണ്. ഓക്കെ ഓക്കെ, തീർച്ചയായും. 3 ലക്ഷം വരെ ഇടാം. ഓ ശരി ശരി. 25,000 മുതൽ 3 ലക്ഷം വരെ. ഓ ശരി ശരി. അല്ല, ഇതിന് 9.95% ഇത് ഇതിന്റെ ഈ നേരത്തെ MT ക്ഷീരമിത്രക്ക്. അതിന് മറ്റേ ഡോക്യുമെന്റ് വെക്കേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞ ലളിതമായ വ്യവസ്ഥ തന്നെയാണ്. വളരെ വേഗത്തിൽ കിട്ടാനുള്ള സംവിധാനമുണ്ട്. എന്നാലും അപേക്ഷിച്ച് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും, അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ? നമ്മളത് പറഞ്ഞിരിക്കുന്നത് ഈ കർഷകരാണ്, ഒരിക്കലും അധികം നടത്തിക്കരുത്. കാരണം ഏറ്റവും കുറവ് ടൈം അവർക്കുള്ളൂ. തീർച്ചയായും. കാലത്തെ പശുവിനെ പരിപാലനം കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കിട്ടുള്ളൂ. പിന്നെ ഉച്ചക്കുള്ള പരിപാടിയായി. അത് കഴിയുമ്പോഴേക്കും ബാങ്ക് പൂട്ടി പോകും. തീർച്ചയായും. അപ്പോൾ ഞങ്ങൾ അതിന്റെ യോഗത്തിലെ മാനേജർമാരെ വിളിച്ച് 1 or 2 തവണ, ഒറ്റ തവണ കൊണ്ട് എല്ലാ ഡോക്യുമെന്റ് തയ്യാറാക്കി 2ാം തവണ വായ്പ കൊടുക്കാനാകണം. ഒരാഴ്ച സമയം കൊണ്ട് കൊടുക്കാനാകണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഉപയോഗിച്ച ഭാഷ, മറ്റേത് വലിയ വായ്പക്കാരോട് ഇരിക്കുന്നുണ്ടെങ്കിലും അവരെ മാറ്റി നിർത്തി ക്ഷീര കർഷകന്റെ വായ്പ അവരെ വിളിച്ചിരുത്തി അവരെ പെട്ടെന്ന് പറഞ്ഞയക്കണം. അതതിന്റെ ആ മേഖലയുടെ പ്രത്യേകത അനുസരിച്ച് അങ്ങനെ തീരുമാനിക്കണം. സമയമില്ലാത്തതും ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആളുകളുമാണ് ഈ ക്ഷീര കർഷകർ പ്രധാനമായിട്ടും. ഇനി അതില് മറ്റു വായ്പ എന്ന് പറയുന്നത് LT അഗ്രികൾച്ചർ ലോണാണ്. അത് കുറേയും കൂടി വലിയ വായ്പയാണ്. അത് 20 ലക്ഷം രൂപ വരെ തൊഴുത്ത് പണിയാൻ, പശുവിനെ വാങ്ങാനൊക്കെ വായ്പ ലഭ്യമാണ്. അതിന് ഡോക്യുമെന്റ് വേണം, മറ്റേ റിപ്പോർട്ട് വേണം. മറ്റേ അതിന്റെ ഡോക്യുമെന്റ് പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ മോർട്ട്ഗേജ് ലോൺ, മറ്റു വായ്പകൾക്കൊക്കെ ഏത് ബാങ്കിലായാലും നമ്മളിപ്പോ ഒരു 10 ലക്ഷം രൂപ വായ്പ എടുക്കുകയാണെങ്കിൽ ഒരു 25 ലക്ഷം രൂപ വാല്യുവേഷനുള്ള പ്രോപ്പർട്ടിക്ക് 10 ലക്ഷം വായ്പ കൊടുക്കുകയാണ്. ഏത് ബാങ്കും അങ്ങനെയാ. ഞങ്ങളുടെ തന്നെ മറ്റ് വായ്പകളൊക്കെ അങ്ങനെയാ. ഈ വായ്പക്ക് എത്രയാണോ വായ്പ അവർ അപേക്ഷിക്കുന്നത് അതിന്റെ വാല്യുവേഷൻ മതി. അതായത് 10 ലക്ഷം രൂപയുടെ സ്ഥലമുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ലോൺ കൊടുക്കും, ലോൺ തരും. അത്രയും മാർക്കറ്റ് വാല്യൂ ഉള്ള സ്ഥലമാണെങ്കിൽ 20 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കും. 20 ലക്ഷം വരെ കൊടുക്കാം. ഈ ദീർഘകാല വായ്പക്കാണെങ്കിൽ 10.2% ഇൻട്രസ്റ്റ്. അതില് 35% സബ്സിഡിയാണ്, ക്യാപിറ്റൽ സബ്സിഡിയാണ്. 10 ലക്ഷം വായ്പ എടുത്താൽ 3.5 ലക്ഷം രൂപ സബ്സിഡിയാണ്. സബ്സിഡി ആയിട്ട് അടയ്ക്കേണ്ടതില്ല. മാത്രമല്ല അതിന്റെ പലിശ നിരക്ക് 10.2. അത് നഗരങ്ങളിൽ 20%, ഗ്രാമങ്ങളിൽ 30%. അത് വനിതാ സംരംഭകർക്കും മറ്റേ ഒക്കെ തന്നെ അതിൽ 30 ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ 30% അതിന്റെ സബ്സിഡി കിട്ടുന്നുണ്ട്. SC/STക്കും വനിതകൾക്കും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ 35% സബ്സിഡി ലഭ്യമാകും. സബ്സിഡി കിട്ടുന്നുണ്ട്. ഇപ്പൊ 10 ലക്ഷം രൂപ ഒരാള് വായ്പ എടുത്ത് ഫാം തുടങ്ങാൻ ആരംഭിക്കുകയാണെങ്കിൽ ഒരു ഈ പറയുന്ന 6.5 ലക്ഷം രൂപ അടച്ചാൽ മതി. ഈ 6.5 ലക്ഷം രൂപയുടെ പലിശയും അടച്ചാൽ മതി, അങ്ങനെയല്ലേ? പലിശ അടച്ചാൽ മതി. പോരെ? ഇതിന്റെ ദൈർഘ്യം, തിരിച്ചടവ് കാലാവധി 5 കൊല്ലം കൊണ്ട് അടച്ചു തീർക്കണം അല്ലെ? അത് 20 ആയാലും 10 ആയാലും എത്രയായാലും 5 വർഷമാണ്. ഓക്കെ. പിന്നെ ഈ ലോണുകൾക്ക് പ്രധാനമായിട്ടേ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, പശു വളർത്താൻ വേണ്ടി 10 പശുവിനെ കൊടുക്കുന്നു. ആ പശുവിൽ നിന്ന് ആണല്ലോ ഉൽപാദനമൊക്കെ ഉണ്ടാവേണ്ടത്. സ്വാഭാവികമായും അതിന് നാശം വന്നാൽ അല്ലെങ്കിൽ അസുഖം വന്നാൽ, പശു ചത്തുപോയാൽ ഈ പറയുന്ന ലോണിന് എന്തെങ്കിലും സംരക്ഷണം ഉണ്ടോ? 2 നിലയ്ക്കുണ്ടല്ലോ. ഒന്ന്, നമ്മുടെ പശുവിനെ വാങ്ങുമ്പോൾ തന്നെ ഇൻഷുറൻസ് നിബന്ധന വെക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ പശുവിനും നമ്മുടെ ലോണിൽ തന്നെ നിബന്ധനയുണ്ട്. തീർച്ചയായും. ആ ഇൻഷുറൻസിലേക്ക് 1000 രൂപ വെച്ചിട്ട് മിൽമയിൽ പാലളക്കുന്ന കർഷകരാണെങ്കിൽ അവർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, മിൽമ ഒരു കർഷകന് ഒരു പശുവിന് 3000 രൂപ വെച്ച്, പരമാവധി 2 പശുവിന് വരെ 6000 രൂപ ഈ വായ്പ എടുക്കുന്ന കർഷകർക്ക് മറ്റേ മിൽമയിൽ നിന്ന് ലഭിക്കും. വേറെ കൊടുക്കും. ഓക്കെ. അതായത് ലോണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള സെക്യൂരിറ്റി അല്ല, അല്ലെങ്കിൽ ഇൻഷുറൻസ് അല്ല. ഓൾറെഡി ഈ ഇൻഷുറൻസ് ഉള്ള പശുക്കളെ വാങ്ങണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ വാങ്ങിയപ്പോൾ ഇൻഷുർ ചെയ്യണം. ഇപ്പൊ ഗവൺമെന്റ് ചില ഇൻഷുറൻസ്, മറ്റേ സർക്കാർ ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ പൈസ വരുള്ളൂ.
ഇൻഷൂർ ചെയ്യാണ്ട് നമുക്ക് ഒരു വായ്പയും കൊടുക്കാനാവില്ലല്ലോ. ഓ ശരി ശരി. ഏറ്റവും കൂടുതൽ ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് സിബിൽ സ്കോർ ഇല്ലായ്മയാണ്. ഈ ഗ്രൂപ്പ് ലോണൊക്കെ എടുത്ത് മറ്റേ എന്താ പറയാ കുടുംബശ്രീ ലോണുകൾ മറ്റ് ലോണുകളൊക്കെ ആയിട്ട് സിബിൽ സ്കോറിന്റെ കുറവ് വരുന്നുണ്ട് ആളുകൾക്ക്. അങ്ങനെ വരുമ്പോൾ ഈ ലോണുകൾ അത് ബാധിക്കുമോ? സിബിൽ സ്കോർ ഇതിന് ബാധകമാണ്. ആണ്. അതൊരു ചെറിയ ലോണിനും വലിയ ലോണിനും അതൊന്ന് ലഘൂകരിക്കാനോ മറ്റേത് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ള പരിശോധന ഞങ്ങൾ നടത്തുന്നുണ്ട്. തീർച്ചയായും നടത്തിയാൽ വലിയ നന്നാവും. കാരണം ഈ കർഷകരുടെ ഒരു പൊതുപ്രയാസം എന്ന് പറയുന്നത് അവര് ഇങ്ങനെ ലോണുകളിൽ ഇങ്ങനെ പോകുമല്ലോ. ഗ്രൂപ്പ് ലോണുകളാണ്. പലപ്പോഴും മറ്റേ ക്ഷീര കർഷകർക്ക് പ്രത്യേകിച്ചും ആ സമയത്ത് അടയ്ക്കാൻ കഴിയും. ഗ്രൂപ്പ് ലോണുകൾ ഇതൊക്കെ വേറൊരു പ്രശ്നം തരും. ഇത് എവിടെയെങ്കിലും ഡ്യൂ ആയിരിക്കുക. ശരി. അതിന്റെ പലിശ സബ്സിഡിയും പോകും, ക്യാപിറ്റൽ സബ്സിഡിയും പോകും. അതാണ് പ്രധാനം. അത് പറയണം. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോൺ എടുക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നു എന്നതിനപ്പുറത്ത് അല്ലല്ല, അത് തീർച്ചയായിട്ടും നമ്മൾ പറയും. അടയ്ക്കാതെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടി. ആ ദീർഘകാല വായ്പ എടുക്കുന്ന ഒരാൾക്ക് 20 ലക്ഷം രൂപ എടുത്ത് അയാളൊരു 20 ലക്ഷം രൂപ കണ്ട് എന്തായാലും ഒരു 15 പശുവിനൊക്കെ നല്ല പശുക്കളെ വാങ്ങാം. അതെ. ഒരു 3-4 ലക്ഷം ക്ഷീരകർഷകനായിട്ടുള്ള സാറിന് അത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. നല്ല തൊഴുത്ത് പണിയാം. അതിന്റെ കറവയന്ത്രം തന്നെ പ്രധാന യന്ത്രം എന്നൊക്കെ പറയാറുണ്ട്. അത് വാങ്ങാം. അല്ല, എന്റെ ചാനലിൽ അല്ലെ നമ്മുടെ ചാനലിൽ പ്രധാനമായും വരുന്ന ഇന്റർവ്യൂകൾക്ക് വരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് AC മുറിക്കകത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല എന്നൊക്കെ ഉള്ള കമന്റുകൾ വരാറുണ്ട്. അത് കാണുമ്പോൾ ശരിയാണ്. പക്ഷെ സാറിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് കർഷകനാണ്, വീട്ടിൽ പശുവിനെ വളർത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കമന്റ് ഇതിൽ വരില്ല എന്ന് വിചാരിക്കാം. അപ്പൊ അത് അങ്ങനെ 7 ലക്ഷം രൂപ അവർക്ക് സബ്സിഡി കിട്ടുകയാണ്. ആ 7 ലക്ഷം രൂപ സബ്സിഡി കിട്ടണ ആൾ അത് കൃത്യം അടയ്ക്കാൻ തയ്യാറാവുള്ളൂ. അങ്ങനെ നിബന്ധന വെച്ചില്ലാതിരിക്കുക, വലിയ കുഴപ്പമില്ലേ? തീർച്ചയായും. അപ്പൊ അത് അങ്ങനെ നിബന്ധനയുണ്ട്. വേറൊരു നിബന്ധന 5 വർഷം കൊണ്ട് നിങ്ങൾ അടച്ചു തീർക്കുക, എന്നാൽ സബ്സിഡി കിട്ടും. മാത്രമല്ല പ്രതിമാസ അടവ് വീഴ്ചയില്ലാതെ കൃത്യമായിരിക്കണം അല്ലെ? പ്രതിമാസ അടവ് കൃത്യമായിരിക്കും. ഇത് 20 ലക്ഷം രൂപയുടെ ഒരു ലോൺ എടുക്കുന്ന ഒരാൾക്ക്, ഈ ഇനത്തിൽ എടുക്കുന്ന ആൾക്ക് മാസം എത്ര അടവ് വരും ഏകദേശം പറയാൻ കഴിയും? ഇതാണ് നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് 2132 രൂപയോളം പ്രതിമാസം അടയ്ക്കേണ്ടി വരും. ഏതാണ്ട് വരും അല്ലേ? ഏതാണ്ട് വരും. ഒപ്പം തന്നെ ഞാൻ ചേർത്ത് ചോദിച്ചോട്ടെ, ഇപ്പൊ പശുവിനെ വാങ്ങുക, തൊഴുത്ത് നിർമ്മിക്കുക, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും. ഇപ്പൊ നമുക്ക് അതല്ലാതെ കുറെ ഒരു ഫാം ആകുമ്പോൾ കുറെ യന്ത്രങ്ങൾ വാങ്ങേണ്ടി വരും. കറവയന്ത്രം, ചാണകം പൊടിക്കുന്ന യന്ത്രം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി യന്ത്രങ്ങൾ. ഇപ്പോ മറ്റേ പുല്ല് അടിക്കുന്ന, പുല്ല് കട്ട് ചെയ്യുന്ന മെഷീൻ തുടങ്ങിയിട്ട് ഇതൊക്കെ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താൻ കഴിയും? ഉൾപ്പെടുത്താൻ ഒരു പ്രശ്നമില്ല. പക്ഷേ ക്ഷീര കർഷകനോ അല്ലെങ്കിൽ മറ്റു കർഷകർ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും ഇതിനോട് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. 50% മുതൽ 80% വരെ സ്മാം പദ്ധതി പ്രകാരം സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഇപ്പൊ ജോലി ഒന്നുകൂടി രജിസ്ട്രേഷൻ ആരംഭിച്ചു. അതിന്റെ ഇപ്പൊ നമ്മള് ഒരു പുല്ല് വെട്ടുന്ന മെഷീൻ മേടിക്കായിരിക്കുക 20,000 അടച്ചെങ്കിൽ 10,000 രൂപയ്ക്ക് സ്മാമിൽ രജിസ്റ്റർ ചെയ്താല് നമുക്കത് 50% സബ്സിഡി കിട്ടും. വേറെ കിട്ടാൻ സാധ്യത. ഞാൻ ഉപദേശം പറഞ്ഞത് അതിൽപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് വേറെ വാങ്ങാം. വേറെ സാധ്യതയുണ്ട്. അത് ഈ മോട്ടോർ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളുണ്ട്. സകലതും. കറവ് മെഷീൻ ഇല്ല. കറവ് മെഷീൻ വരെ വായ്പ ഈ ചീര ഡിപ്പാർട്ട്മെന്റുമായി കാർഷിക ഉപകരണങ്ങൾ എന്ന നിലയിലാണ് മറ്റെല്ലാം വരുന്നത്. ട്രാക്ടർ മുതൽ എല്ലാറ്റും അതുണ്ട്. ഇപ്പൊ ജോലി 1-ാം തീയതി മുതൽ രജിസ്ട്രേഷൻ ഉണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞത് ആരെങ്കിലും ഉപയോഗപ്പെടുത്തും. അല്ല, നമ്മുടെ പ്രൊജക്റ്റിൽ അത് ഉൾപ്പെടുത്തേണ്ട കാര്യം വരുന്നില്ല. സത്യമാണ്. നമ്മൾ ഈ കെട്ടിട നിർമ്മാണോ അല്ലെങ്കിൽ ഷെഡ് നിർമ്മാണോ ഇതും കൂടി വന്നു കഴിഞ്ഞാൽ വാങ്ങല് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്താൽ മതിയാകും. ശരി. സാർ, ഇപ്പോ നമ്മുടെ ഈ ഹ്രസ്വ വായ്പ ആയാലും ദീർഘവായ്പ ആയാലും ഇത് കൊടുക്കുന്നതിന് ഘട്ടം, അതായത് ഇപ്പൊ പശുവിനെ വാങ്ങിക്കൊണ്ടുവന്നു നമ്മൾ ബോധ്യപ്പെടുക, ബാങ്ക് പോയി കണ്ട് കൊടുക്കുക, തൊഴുത്ത് നിർമ്മാണം കണ്ടു കൊടുക്കുക, എങ്ങനെയാണ് ഇതിന്റെ ഫണ്ട് റിലീസിങ് വളരെ ലളിതമായ ഒരു വ്യവസ്ഥയോട് കൂടി തന്നെയാണ്. ഇപ്പൊ നമ്മള് ഒരു തൊഴുത്ത് പണിയുന്നു, ഹൈടെക് തൊഴുത്ത് പണിയുന്നു. അപ്പൊ തറപ്പണി മുഴുവൻ പൂർണ്ണമായാൽ നമ്മൾ അതിന്റെ വാല്യൂഷൻ നോക്കി അതിന്റെ ആദ്യത്തെ ഗഡു കൊടുക്കും. പിന്നീട് മറ്റു പണി പൂർത്തീകരിക്കുമ്പോൾ കൊടുക്കും. അവസാനം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വരുന്നതോട് കൂടി, മുഴുവൻ പണി പൂർത്തീകരിക്കുന്നതോട് കൂടി ആ തൊഴുത്ത് നിർമ്മാണത്തിന് ആവശ്യമായ പണം കൊടുക്കുന്നു. പിന്നെ പശുവിനെ വാങ്ങലാണ്. പശുവിനെ വാങ്ങിയാല് ഒരു വൈകലും ഇല്ല. പശുവിനെ വാങ്ങി അതിന്റെ ഇൻഷുറൻസ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മള് അന്ന് തന്നെ പൈസ കൊടുക്കും. കർഷകർക്ക് പലപ്പോഴും ഈ പശുവിനെ കൊടുക്കാൻ പിന്നാലെ വരുമല്ലോ. കർഷകർക്ക് അപ്പുറം കടം വാങ്ങി കൊടുക്കണ്ടാവില്ല, കയ്യിലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അന്ന് തന്നെ പൈസ കൊടുക്കും. തീർച്ചയായും. ഏതാണ്ട് കർഷകരുടെ വായ്പ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ആവശ്യങ്ങളിലേക്കൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പൂർണ്ണമായും സമർപ്പിക്കുന്നത്. കേരള ബാങ്കിന്റെ ഏത് ബ്രാഞ്ചിൽ
ബ്രാഞ്ചിൽ പോയി നിങ്ങൾ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായി പറഞ്ഞാൽ ക്ഷീര വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ ക്ഷീര കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ബ്രാഞ്ചിൽ പോയി മാനേജറെ കണ്ടുകൊണ്ട് ലോൺ സ്കീമിന്റെ കാര്യം അന്വേഷിച്ച് ലോൺ വേണമെന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ലോൺ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് കേരള ബാങ്കിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതിന്റെ ഉദ്യോഗസ്ഥരും ആകമാനം പോകുന്നു എന്നാണ് ബാലാജി സാറ് ഇവിടെ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു വെച്ചിരിക്കുന്നത്. കർഷക സൗഹൃദമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുക എന്ന് തന്നെയാണ് ബാലാജി സാറിന്റെ ഈ പൂർണ്ണമായ വീഡിയോയിൽ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും പരാതികൾ ഏതെങ്കിലും ബ്രാഞ്ചിൽ നിന്നുണ്ടെങ്കിൽ യാതൊരു തർക്കവും വേണ്ട, ഇവിടെ ബന്ധപ്പെട്ട ബാലാജി സാറിന്റെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നമ്പർ ഈ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സമയവും ഇത് ഏതെങ്കിലും ബ്രാഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ ലോൺ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള സമയപരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോഴോ പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഇവിടെ നിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് ബാലാജി സാർ കർഷകർക്ക് വേണ്ടി നൽകുന്ന ഉറപ്പ്. അപ്പോൾ മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.